സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോസി വാഗമറ്റ് എഴുതിയ നോവൽ കാവൽമാടം തുടരുന്നു. തൻ്റെ മരിച്ചുപോയ മകനെ അയാൾ ഓർമ്മിച്ചു. 2 വർഷമേ ആയിട്ടുള്ളൂ. ഒരു മോട്ടോർ സൈക്കിൾ അപകടത്തിൽപ്പെട്ടായിരുന്നു മരണം. അവനും റോബിയുടെ പ്രായമായിരുന്നു. ചായയ്ക്ക് പോലും സാമ്യം തോന്നി. റോബിയെപ്പോലെ തന്നെ ധൈര്യശാലിയും സാഹസികനുമായിരുന്നു അവനും. പക്ഷേ വിധി അവൻ്റെ ജീവൻ അപഹരിച്ചു. അവനിന്ന് സ്വർഗത്തിൽ ഒരു ധീരാത്മാവായി വാഴുന്നു. റോബിയെ മരിക്കേണ്ടതായിരുന്നില്ലേ? എത്രയോ തവണ അവൻ മരണത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. വിധി അവനെ അടിച്ച് തളർത്തി. എന്നിട്ടും അവനിപ്പോഴും നല്ല മനോബലം. അദ്ദേഹം ഓരോന്ന് ആലോചിച്ചുകൊണ്ട് കിടന്നു. റോബി കൂടാരത്തിൻ്റെ മൂലയിൽ കിടന്നുറക്കമായി. അർദ്ധരാത്രിയായി. കഞ്ചാവ് തോട്ടത്തിൽ നിന്ന് അപ്പോഴും പുക ഉയർന്നുകൊണ്ടിരുന്നു. ഗാർഡുകൾ തണുപ്പത്ത് കാവിലിരുന്നു മടുത്തു. അവർ കൂടാരത്തിനരികിൽ തീ കൂട്ടി കാഞ്ഞുകൊണ്ടിരുന്നു. കുറെ കഴിഞ്ഞപ്പോഴേക്കും അവർ തീക്കരികിലിരുന്ന് ഉറങ്ങിപ്പോയി. മൂപ്പൻ്റെ ആൾക്കാർ പതുങ്ങിയിരുന്ന് കൂടാരത്തിനരികെ ചലനങ്ങളെല്ലാം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. കൂടാരങ്ങളിൽ അവർ ആയുധങ്ങളുമായി പതുങ്ങിയെത്തി. റോബി കിടക്കുന്ന കൂടാരമേതെന്നവർ കണ്ടുപിടിച്ചു. അവർ ആ കൂടാരം വളഞ്ഞു. പെട്ടെന്ന് എന്തോ ശബ്ദം കേട്ട് ഗാർഡുകളിൽ ഒരാൾ മയക്കം വിട്ടുണർന്നു. കൂടാരങ്ങൾക്ക് സമീപം കറുത്ത നിഴലുകൾ പോലെ ആരൊക്കെയോ പതുങ്ങി നീങ്ങുന്നത് അയാൾ കണ്ടു. അപകടം! അയാൾ ഉറക്കെ അലറിക്കൊണ്ട് തോക്കെടുത്ത് നിറയൊഴിച്ചു. കൂടാരത്തിൽ ഉറങ്ങിക്കിടന്നവർ ഞെട്ടി എഴുന്നേറ്റു. ഒരു തവണ കൂടി വെടിപൊട്ടി. വെടിയൊച്ച കാടിനെ നടുക്കി. ദൂരെ കുന്നുകളിൽ അത് മാറ്റൊലി കൊണ്ടു. തീക്കരികിൽ ഉറക്കമായിരുന്ന മറ്റേ ഗാർഡും ഞെട്ടി ഉണർന്നു. വെടിയൊച്ച കേട്ട് ഞെട്ടിയ കാട്ടുവർഗ്ഗക്കാർ പ്രാണനം കൊണ്ട് 4 പാടം പരക്കം പായുന്നതാണ് അയാൾ കണ്ടത്. അപ്പോഴേക്കും റോബി ഉൾപ്പെടെ കൂടാരങ്ങളിലുള്ളവരെല്ലാം പുറത്തു വന്നു. എന്തുപറ്റി? DFO പരിഭ്രാന്തനായി ചോദിച്ചു. കാട്ടുവർഗ്ഗക്കാർ ആക്രമിക്കാൻ വന്നതാണ് സാർ, വെടിവെച്ച ഗാർഡ് പറഞ്ഞു. വെടിയച്ച കേട്ട് അവർ ഓടിപ്പോയി. അവർ കൂടാരത്തിനടുത്ത് വന്നോ? ഉവ്വ്, പതുങ്ങി വന്നതാണ്. ഞങ്ങൾക്ക് കാണാൻ ഒത്തില്ല. നിങ്ങൾ ഉറങ്ങുകയായിരുന്നെന്ന് പറയൂ. അവർ റോബിയെ കൊല്ലാൻ വന്നതാണ്. ഇത്തവണ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. സാർ, ഞങ്ങൾ ഒന്നും പറയണ്ട, പോയി കാവലിരിക്കെ. ഇനി ഉറങ്ങിയാൽ ശിക്ഷ നിങ്ങൾക്കായിരിക്കും. DFOയും സംഘവും വീണ്ടും കൂടാരങ്ങളിൽ വന്നു കിടന്നു. റോബിക്ക് പക്ഷേ ഉറക്കം വന്നില്ല. ഇനിയും ആദിവാസികളുടെ ആക്രമണം ഉണ്ടായാലോ എന്നായിരുന്നു അവൻ്റെ ഭയം. അടുത്ത ദിവസം രാവിലെ DFO ജോസഫ് അവനെ വിളിച്ചു പറഞ്ഞു. ഞാനിന്ന് തിരിച്ചു പോവുകയാണ്. നീയും എൻ്റെ കൂടെ വരണം. വരാം സാർ. ഞാൻ മാത്രമേ തിരിച്ചു പോകുന്നുള്ളൂ. ഞങ്ങളുടെ സംഘം ഇവിടെ ക്യാമ്പ് ചെയ്യുകയാണ്. പക്ഷേ നീ ഇനി ഇവിടെ നിന്നാൽ അത് അപകടമായി തീരും. ആ കാട്ടുജാതിക്കാർ ഇനിയും വരാൻ സാധ്യതയുണ്ട്. DFO പോകാനൊരുങ്ങി. ഒപ്പം റോബിനും. കാട്ടിലൂടെ വളരെ ദൂരെ സഞ്ചരിച്ചവർ തടാകതീരത്തെത്തി. വഴിക്ക് ആക്രമണമൊന്നും ഉണ്ടായില്ല. തടാകതീരത്ത് ബോട്ട് കാത്തു കിടന്നിരുന്നു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വകയാണത്. അതിൽ കയറി റോബിയും DFOയും യാത്ര തിരിച്ചു. ഡാമിന് സമീപം വരെ അവർ ബോട്ടിൽ തന്നെ പോയി. റേഞ്ച് ഓഫീസിലെത്തിയ ശേഷം അവിടെ നിന്ന് ഡിപ്പാർട്ട്മെൻറ്റ് വക ജീപ്പിൽ MC ജോസഫിൻ്റെ നാട്ടിലേക്ക് പോയി. എൻ്റെ വീട്ടിലേക്കാണ് നിന്നെ കൊണ്ടുപോകുന്നത്, വഴിമധ്യേ DFO പറഞ്ഞു. സന്ധ്യയോടെ അവർ വീട്ടിലെത്തി. MC ജോസഫ് തൻ്റെ ഭാര്യ ആനിയമ്മയെ റോബിക്ക് പരിചയപ്പെടുത്തി. റോബിയെ ആനിയമ്മയ്ക്കും. റോബിയെ കണ്ടുമുട്ടിയ സാഹചര്യവും റോബിയുടെ ജീവിതകഥയും അയാൾ തൻ്റെ ഭാര്യയെ പറഞ്ഞു കേൾപ്പിച്ചു. ആനിയമ്മയ്ക്ക് അതെല്ലാം കേട്ട് വലിയ സങ്കടമായി. അവരുടെ ഹൃദയത്തിൽ അവനോട് സ്നേഹവും കാരുണ്യവും ഉടലെടുത്തു. പാവം ചെറുപ്പക്കാരൻ, ആ സ്വാധി തന്നെത്താൻ പറഞ്ഞു. DFO MC ജോസഫിന് പെൻഷൻ പറ്റാൻ ഇനി 5 വർഷമേ ഉള്ളൂ. പ്രായമായി. ആനിയമ്മയുടെ മുടിയിൽ വെള്ളി നൂലുകൾ പ്രത്യക്ഷപ്പെടുത്തിട്ട് തുടങ്ങിയിരുന്നു. എങ്കിലും അവരുടെ മുഖം ഐശ്വര്യദീപ്തമായിരുന്നു. മോൻ ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് തീ തിന്നു അല്ലേ? അത്താഴം വിളമ്പി കൊടുക്കുന്നതിനിടയിൽ ആനിയമ്മ പറഞ്ഞു. വിധി അല്ലാണ്ടെന്ത്? ഞങ്ങൾക്ക് ഒരേ ഒരു മകനേ ഉണ്ടായിരുന്നുള്ളൂ. ദൈവം അവനെ വിളിച്ചു, അവൻ പോയി. ആ സ്ത്രീയുടെ കണ്ണുകളിൽ നിന്ന് 2 തുള്ളി കണ്ണീർ അടർന്ന് മേശപ്പുറത്ത് വീണു. റോബിക്ക് അത് കണ്ട് വിഷമം തോന്നി. രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് റോബി പറഞ്ഞു. നാളെ ഞാൻ 5 കണ്ടത്തിലേക്ക് പോവുകയാണ്. വേണ്ട, നീ പോകണ്ട, MC ജോസഫ് വിലക്കി. നീ അവിടെ ചെന്നാൽ നല്ല വാർത്തയായിരിക്കില്ല കേൾക്കുക. കല്ലർക്കന്മാർ നിൻ്റെ അമ്മയെയും പെങ്ങളെയും വല്ലാതെ ഉപദ്രവിച്ചിട്ടുണ്ടാവും. അതെല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ നീ വല്ല കടുങ്കയും പ്രവർത്തിച്ചെന്ന് വരും. എന്നെങ്കിലും എനിക്ക് നാട്ടിൽ പോകാതെ വയ്യല്ലോ. എൻ്റെ അപ്പനെയും പെങ്ങളെയും അന്വേഷിക്കണ്ടേ? തൽക്കാലം നീ ഇവിടെ നിൽക്ക്. ഞാൻ ഒരാളെ പറഞ്ഞയച്ച് നിൻ്റെ അപ്പനെയും പെങ്ങളെയും കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിപ്പിക്കാം. അത് കഴിഞ്ഞ് പോയാൽ മതി. റോബിയെ അതിന് സമ്മതിപ്പിച്ചിട്ടേ MC ജോസഫ് അടങ്ങിയുള്ളൂ. പിറ്റേന്ന് തന്നെ അയാൾ റോബിയുടെ അപ്പൻ്റെയും പെങ്ങളുടെയും വിവരങ്ങൾ അറിഞ്ഞു വരാൻ 5 ഘട്ടത്തിലേക്ക് ഒരാളെ അയച്ചു. റോബി ജീവിച്ചിരിപ്പുണ്ടെന്ന് ഒരു സൂചനയും ആർക്കും കൊടുക്കരുതെന്ന് പ്രത്യേകം നിഷ്കർഷിച്ചിരുന്നു.
അഞ്ചുകണ്ടത്തിലേക്ക് പോയ ആൾ പിറ്റേ ദിവസം മടങ്ങിയെത്തി. റോബി വിവരമറിയാൻ അക്ഷമനായി കാത്തിരിക്കുകയായിരുന്നു. എന്തുണ്ട് വാർത്തകൾ? MC ജോസഫ് ചോദിച്ചു. റോബിയുടെ വീട്ടുകാരെക്കുറിച്ച് അന്വേഷിച്ചു. റോബിയെ ഒരു രാത്രിയിൽ പെട്ടെന്ന് കാണാനില്ലാതായി എന്നാണ് അവിടെ നിന്നറിഞ്ഞ വാർത്ത. കല്ലറയ്ക്കന്മാർ ആരുമറിയാതെ കൊന്നു കുഴിച്ചു മൂടിയതാണെന്ന് രഹസ്യ സംസാരമുണ്ട്. റോബിയെ കാണാതെ പോയതിൻ്റെ മനോവിഷമം കൊണ്ട് അപ്പച്ചൻ മരിച്ചു. റോബിയുടെ പെങ്ങൾ സീനയെ കല്ലറയ്ക്കലെ ജെയിംസ് ഗർഭിണിയാക്കി ഉപേക്ഷിച്ചു. റോബി കല്ലറയ്ക്കന്മാർക്ക് പണയം കൊടുത്തിരുന്ന വീടും പുരയിടവും കല്ലറയ്ക്കന്മാർ സ്വന്തമാക്കി. സീനയെ ഇറക്കി വിട്ട ശേഷം വീട് ഇടിച്ചു നിരത്തി. അവിടെ ഇപ്പോൾ ചെറിയൊരു ബംഗ്ലാവ് പണിയുന്നുണ്ട്. ഇറക്കി വിടപ്പെട്ട സീനയെ ആ രാത്രിയിൽ കാണാതായി. അവൾ എവിടെ പോയെന്നോ എന്ത് സംഭവിച്ചെന്നോ ഇപ്പോഴും ആർക്കും അറിയില്ല. MC ജോസഫ് അയച്ചയാൾ പറഞ്ഞ് അവസാനിപ്പിച്ചു. റോബിയുടെ ചോരയ്ക്ക് തീ പിടിച്ചു കഴിഞ്ഞിരുന്നു. അവൻ ചാടി എണീറ്റു. കൊല്ലും, എല്ലാവരെയും ഞാൻ കൊല്ലും. കല്ലറയ്ക്കന്മാരുടെ തറവാടടക്കം ഞാൻ കുഴിച്ചു മൂടും. ഇല്ലെങ്കിൽ എനിക്കിനി ജീവിതമില്ല. അവൻ പല്ല് കടിച്ചമറി. എന്നിട്ട് പുറത്തേക്ക് നടന്നു. ഭ്രാന്ത് പിടിച്ചതുപോലെ വീട് വിട്ടിറങ്ങി പായാൻ തുടങ്ങിയ റോബിയെ MC ജോസഫ് പിറകിൽ നിന്ന് വിളിച്ചു. റോബി, ഇവിടെ വാ. ഇല്ല സാർ, എനിക്കിനി ജീവിക്കണ്ട. അവന്മാരുടെ ചോര കുടിച്ചിട്ടല്ലാതെ എനിക്കിനി വിശപ്പില്ല. എൻ്റെ കുടുംബം അവർ തകർത്തു. എനിക്ക് ആരുമില്ലാതായി. ഞാൻ പോകുന്നു സാർ. എൻ്റെ ജീവൻ രക്ഷിച്ചതിനും എന്നെ ഇവിടെ എത്തിച്ചതിനും എനിക്ക് അങ്ങയോട് എന്നും നന്ദിയുണ്ട് സാർ. റോബിയോടാണ് പറഞ്ഞത് നിൽക്കാൻ, MC ജോസഫ് ആജ്ഞാസ്വരത്തിൽ പറഞ്ഞു. റോബി നിന്നു. എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അത് കഴിഞ്ഞ് വേണമെങ്കിൽ നീ പൊയ്ക്കൂ. റോബിക്ക് അയാളുടെ നിർദ്ദേശം അവഗണിക്കാൻ കഴിഞ്ഞില്ല. MC ജോസഫ് അവനെ തൻ്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. റോബി ഇരിക്കെ. എൻ്റെ കുടുംബം തകർത്തവരെ വെറുതെ വിടണമെന്നാണോ സാർ പറയുന്നത്? അല്ല പിന്നെ, നിന്നെയും നിൻ്റെ കുടുംബത്തെയും ദ്രോഹിച്ചവർക്ക് തക്ക ശിക്ഷ തന്നെ കിട്ടണം. മനുഷ്യൻ്റെ നിയമത്തിൽ മായം ചേർക്കാൻ കഴിവുള്ളവരാണവർ. ദൈവത്തിൻ്റെ നീതി ജീവിച്ചിരിക്കെ നേരിൽ കാണാൻ ഒക്കാത്തതുകൊണ്ട് എനിക്ക് അതിലും വിശ്വാസമില്ല. നിനക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ചോരയ്ക്ക് ചോര, അതാണെൻ്റെ നിയമം. അതുകൊണ്ട് എന്താണ് നിനക്ക് നേട്ടം? കല്ലറയ്ക്കന്മാരിൽ 1-2 പേരെ നിനക്ക് കൊല്ലാൻ സാധിച്ചേക്കും. പക്ഷേ അതോടെ നിൻ്റെ ജീവിതം തീർന്നു. അതായത് കല്ലറയ്ക്കന്മാർ മുഖേന നീയും നശിക്കുന്നു. ജീവിതം നശിപ്പിച്ചിട്ട് വേണോ പ്രതികാരം ചെയ്യാൻ? എനിക്കിനി ജീവിക്കണമെന്നില്ല സാർ. നീ ജീവിക്കണം. നിൻ്റെ പെങ്ങൾ ജീവിച്ചിരിപ്പുണ്ടാകുമല്ലോ. അവൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കണ്ടേ? നിന്നെ ദ്രോഹിച്ചവരോട് പകരം വീട്ടാനുള്ള വഴി താനേ തെളിഞ്ഞു വന്നുകൊള്ളും. കൊല്ലാക്കൊല ചെയ്യാൻ ശ്രമിച്ചിട്ട് നീ അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു. വിജയകരമായ ജീവിതം നയിച്ചാൽ അതാണ് ഏറ്റവും വലിയ പ്രതികാരം. സാർ എന്തു പറഞ്ഞാലും എൻ്റെ കുടുംബം തകർത്തവരെ ഞാൻ വെറുതെ വിടില്ല. ഞാൻ കൊല്ലപ്പെട്ടല്ലോ എന്നോർത്ത ഹൃദയം തകർന്നാവും എൻ്റെ അപ്പച്ചൻ മരിച്ചത്. എൻ്റെ പെങ്ങൾ പട്ടിണിയും ദുരിതവും അപമാനവും സഹിക്കവയ്യാതെയാവും നാട് വിട്ടത്. ഇതിനൊക്കെ കാരണക്കാരായവരോട് ഞാൻ ചോര കൊണ്ട് തന്നെ പ്രതികാരം ചെയ്യും. റോബിയെ മരണത്തിൽ നിന്ന് രക്ഷിച്ചത് ഞാനാണ്. ഞാൻ പറയുന്നത് അനുസരിക്കാനുള്ള കടമ നിനക്കുണ്ട്. സാർ പോകരുതെന്ന് പറഞ്ഞാൽ ഞാൻ പോവില്ല. പക്ഷേ അത് തൽക്കാലത്തേക്ക് മാത്രമായിരിക്കും. ഞാൻ വിചാരിച്ചാൽ നിന്നെ പോലീസിൽ പിടിപ്പിക്കാൻ സാധിക്കും. നിയമത്തിൻ്റെ മുന്നിൽ നീയൊരു കൊലപാതകിയാണ്. ആത്മരക്ഷയ്ക്ക് എന്ന് പറയാമെങ്കിലും പൊന്നപ്പനെ വെടിവെച്ച് കൊന്നത് നീയാണല്ലോ. റോബിയുടെ ശിരസ് താണു. MC ജോസഫ് തുടർന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പകരം വീട്ടിലൊക്കെ സാവകാശം മതിയെന്ന്. കേസിന് പോയാലും ശരിയാവില്ല. പൊന്നപ്പനെ കൊന്നത് നീയാണെന്ന് കല്ലറയ്ക്കന്മാർക്കറിയാമല്ലോ. അപ്പോഴും റോബി മൗനം പാലിച്ചു. തൽക്കാലം നീ ഇവിടെ താമസിക്ക്. ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. റോബി അനുസരിച്ചു. അവിടെ ജീവിത സുഖമായിരുന്നു. കൃത്യസമയത്ത് വിഭവസമൃദ്ധമായ ആഹാരം, സ്വാതന്ത്ര്യം, ശുദ്ധവായു. ആനിയമ്മ റോബിയോട് അളവറ്റ സ്നേഹം കാട്ടി. അവൻ്റെ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ വെച്ചു. നീ എൻ്റെ മരിച്ചുപോയ മോനെ പോലെയാ, ആനിയമ്മ കൂടെ കൂടെ പറയും. റോബി അവർക്ക് തന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയാവുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. MC ജോസഫും പുത്രനിർവിശേഷമായ സ്നേഹത്തോടെയാണ് റോബിയോട് പെരുമാറിയത്. അവന് വേണ്ടതെല്ലാം അയാൾ സ്വയം അറിഞ്ഞു നൽകി. വീടിനുള്ളിൽ സർവ്വ സ്വാതന്ത്ര്യവും നൽകി. മൃഗീയമായ പ്രതികാരവാഞ്ചിയിൽ നിന്നും അവൻ്റെ മനസ്സിനെ വഴുതിച്ചാടിച്ചു. സാമാന്യ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നതായിരുന്നു അയാളുടെ ലക്ഷ്യം. ചിലപ്പോൾ MC ജോസഫ് റോബിയെ നിർബന്ധിച്ച് സിനിമയ്ക്കോ ഉല്ലാസയാത്രയ്ക്കോ അയക്കും. ചിലപ്പോൾ അവർ 3 പേരും കൂടി സിനിമയ്ക്കും മറ്റും പോകും. MC ജോസഫ് ഒരിക്കൽ റോബിയോട് പറഞ്ഞു, നിൻ്റെ മരിച്ചുപോയ അപ്പനും അമ്മയുമാ ഞങ്ങളെന്ന് വിചാരിച്ചാൽ മതി. റോബി അങ്ങനെ തന്നെയാണ് കരുതിയതും. ജോസഫ് സാറിനെയും ഭാര്യയെയും അവൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. റോബി MA വരെ പഠിച്ചതല്ലേ, ഒരു ജോലി വാങ്ങിക്കൊടുത്തുകൂടെ? ആനിയമ്മ ദിവസവും ഭർത്താവിനോട് ചോദിക്കും. ശ്രമിക്കാം, MC ജോസഫ് പറയും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം MC ജോസഫ് റോബിയോട് പറഞ്ഞു, വനം വകുപ്പിൽ ചില വേക്കൻസികളുണ്ട്. ഫോറസ്റ്റർ, റേഞ്ചർ തസ്തികളിലേക്ക്. ഇതാ പത്രത്തിലുണ്ട്, കണ്ടോ? റോബി പത്രം വാങ്ങി നോക്കി. ശരിയാണ്,
പക്ഷെ ഫോറസ്റ്ററായോ റേഞ്ചറായോ ഒരു നിയമനം കിട്ടണമെങ്കിൽ 50,000-വും ലക്ഷവും ഒക്കെ കൈക്കൂലി കൊടുക്കണ്ടേ? അല്ലെങ്കിൽ ഉന്നതങ്ങളിൽ നല്ല സ്വാധീനമുള്ള ആരെങ്കിലും വേണം സഹായത്തിന്. റോബി താല്പര്യമില്ലാത്ത മട്ടിൽ പറഞ്ഞു. നീ അതൊന്നും കണക്കാക്കണ്ട. PSC വഴിയാ നിയമനം. ആദ്യം ടെസ്റ്റ് എഴുതണം, പിന്നെ ഇൻ്റർവ്യൂ. റാങ്ക് ലിസ്റ്റിൽ പേര് വന്നാൽ നീ രക്ഷപ്പെട്ടു. എങ്ങനെ പേര് വരാനാ? ആരുടെയൊക്കെ പേര് വരണമെന്നും ആരെയൊക്കെ നിയമിക്കണമെന്നും തീരുമാനിച്ച് കാണുമല്ലോ ബന്ധപ്പെട്ടവർ. അതിൻ്റെ കോഴയും കൈപ്പറ്റി കാണും. ഞാൻ പറയുന്നത് അനുസരിക്ക്. ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ എനിക്കല്പം പിടിപാടൊക്കെ ഉണ്ട്. വനവകുപ്പ് സെക്രട്ടറി എൻ്റെ സ്വന്തക്കാരനാ. വനവകുപ്പ് മന്ത്രിയുമായിട്ടും പരിചയമുണ്ട്. കോഴ കൊടുക്കാതെ കാര്യം സാധിക്കാമെന്ന് നോക്കട്ടെ. റോബിക്ക് അതിൽ അത്ര വലിയ ഉത്സാഹമൊന്നും തോന്നിയില്ല. അവൻ്റെ മനസ്സ് മുഴുവൻ അഞ്ചുകണ്ടത്തിലാണ്. അവിടെ കുതിച്ചെത്താൻ അവന് തിടുക്കമായി. ഏതായാലും MC ജോസഫ് നിർബന്ധിച്ച് അവനെ കൊണ്ട് അപേക്ഷ അയപ്പിച്ചു. അദ്ദേഹം തന്നെ മുൻകൈ എടുത്ത് റോബിയുടെ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും സംഘടിപ്പിച്ചിരുന്നതിനാൽ ജോലിക്ക് അപേക്ഷിക്കാൻ ബുദ്ധിമുട്ടുണ്ടായില്ല. മാസങ്ങൾ കടന്നുപോയി. ടെസ്റ്റ് എഴുതാനുള്ള കോൾ ലെറ്റർ വന്നതോടെ റോബി കുഴങ്ങി. എന്തായാലും ടെസ്റ്റ് എഴുതാൻ തന്നെ തീരുമാനിച്ചു. അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. റോബി ടെസ്റ്റ് എഴുതി. ഏതായാലും തനിക്ക് ജോലി കിട്ടുകയില്ലെന്നായിരുന്നു അവൻ്റെ വിശ്വാസം. റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ താൻ പുറന്തള്ളപ്പെടും. അങ്ങനെ വന്നാൽ ഈ വീട്ടിൽ നിന്ന് പോകണം. ഇതിനിടയിൽ MC ജോസഫ് തൻ്റെ സ്വാധീനം ഉപയോഗിച്ച് റോബിക്ക് വേണ്ടി തന്നാലാവുന്നത്ര ശുപാർശകളൊക്കെ നടത്തിയിരുന്നു. റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ റോബിയും അതിലുണ്ട്. തൻ്റെ ആഗ്രഹം നടപ്പിലാവുകയില്ലെന്ന് റോബിക്ക് മനസ്സിലായി. ഇൻ്റർവ്യൂ കാർഡ് വന്നു. ഇൻ്റർവ്യൂവിന് മുമ്പ് MC ജോസഫ് റോബിയെയും കൂട്ടിച്ചെന്ന് ഉന്നതങ്ങളിലെ കെട്ടുകളൊക്കെ ഒന്നുകൂടി മുറുക്കി. ഇൻ്റർവ്യൂവിനുള്ള ദിവസമായി. ആനിയമ്മയും MC ജോസഫും റോബിയെ അനുഗ്രഹിച്ചയച്ചു. മോൻ ജയിച്ചു വരും, എനിക്ക് ഉറപ്പാ, ആനിയമ്മ പറഞ്ഞു. MC ജോസഫിനും വലിയ പ്രതീക്ഷയാണ്. റോബിക്കൊരു ജോലി കിട്ടിയാൽ അവൻ്റെ ജീവിതം തിരിച്ചെടുക്കാൻ കഴിയുമെന്ന് അയാൾക്ക് ഉറപ്പുണ്ട്. അല്ലെങ്കിൽ അവനൊരു കൊലപാതകിയായി തീരും. ഇൻ്റർവ്യൂ ഭംഗിയായി കലാശിച്ചു. റോബി തിരിച്ചെത്തി. എങ്ങനെയുണ്ടായിരുന്നു ഇൻ്റർവ്യൂ? ആനിയമ്മ ആകാംക്ഷയോടെ ചോദിച്ചു. കുഴപ്പമില്ലായിരുന്നു. ജോലി കിട്ടും, എനിക്കുറപ്പാ, ആനിയമ്മ പറഞ്ഞു. കിട്ടാൻ വേണ്ടതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്, MC ജോസഫ് പറഞ്ഞു. ആഴ്ചകൾ പിന്നെയും കടന്നുപോയി. ഒടുവിൽ റോബിയുടെ പ്രതികാരവാഞ്ചയ്ക്ക് തുരങ്കം വെച്ചുകൊണ്ട് ആ ദിവസം വന്നു ചേർന്നു. റോബിയെ റേഞ്ച് ഓഫീസറായി സെലക്ട് ചെയ്തുകൊണ്ടുള്ള അറിയിപ്പ് കിട്ടി. ആനിയമ്മയ്ക്കും MC ജോസഫിനും ഉണ്ടായ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. ആ സന്തോഷം അവർ ഒരു ആഘോഷമാക്കി മാറ്റി. ട്രെയിനിങ് പീരീഡാണ് ഇനി. അതിനുടൻ പുറപ്പെടണം. ട്രെയിനിങ് കഴിഞ്ഞാൽ പ്രൊബേഷൻ പീരീഡ്. അത് കഴിഞ്ഞാൽ കേരളത്തിലെ ഏതെങ്കിലും വനമേഖലയിലേക്ക് നിയമിച്ചുകൊണ്ടുള്ള നിയമനോത്തരവ്. റോബിക്ക് എന്ത് ചെയ്യണമെന്നൊരു ഊഹവും കിട്ടിയില്ല. വേണമെങ്കിൽ തനിക്ക് ഇവിടെ നിന്ന് ഒളിച്ചോടിപ്പോകാം. 5 കണ്ടത്തിൽ ചെന്ന് കല്ലറക്കന്മാരുടെ കഥ കഴിച്ച ശേഷം നേരെ ജയിലിലേക്ക് നടക്കാം. അവിടെ തൂക്കുമരമാണ് തന്നെ കാത്തിരിക്കുന്നത്. അതോടെ ജീവിതം തീരുന്നു. എന്നാലും തൻ്റെ കുടുംബം തകർത്ത് ഛിന്നഭിന്നമാക്കിയവരോട് പ്രതികാരം ചെയ്തു എന്ന സംതൃപ്തിയോടെ മരിക്കാമല്ലോ. അതല്ലെങ്കിൽ തനിക്ക് ജോലി സ്വീകരിക്കേണ്ടി വരും. കേരളത്തിലെ ഏതെങ്കിലും ഒരു കോണിലുള്ള വനമേഖലയിൽ കാട്ടുകള്ളന്മാരോട് മല്ലടിച്ചുകൊണ്ട് ശമ്പളവും പറ്റി തിന്നുകുടിച്ച് ജീവിതാവസാനം വരെ കഴിയാം. എന്താണ് വേണ്ടത്? ഒരു പ്രതികാരദാഹിയെ പോലെ 5 കണ്ടത്തിൽ ചെന്ന് ചോരയുടെ കണക്ക് തീർത്ത് നേരെ ജയിലിൽ പോയി മരണം വരിക്കണോ? അതോ പക്വമതിയായ ഒരു പുരുഷനെ പോലെ പ്രതികാരം വേണ്ടെന്ന് വെച്ച് കിട്ടിയ ജോലിയും ചെയ്ത് ഒരു മാന്യനായി ജീവിക്കണോ? പെട്ടെന്നൊരു ഉത്തരം കണ്ടെത്താൻ അവന് കഴിഞ്ഞില്ല. ഇവിടെ നിന്ന് ഒളിച്ചോടുന്നത് നാണം കെട്ട ഏർപ്പാടാണ്. ജോസഫ് സാറും ആനിയമ്മയും തനിക്ക് വേണ്ടി വളരെ ബുദ്ധിമുട്ടി. തനിക്ക് ഈ ജോലി നേടിത്തരാൻ ജോസഫ് സാർ ഒരുപാട് ക്ലേശങ്ങൾ സഹിച്ചു. അവരോട് വഞ്ചന കാട്ടാൻ വയ്യ. ഒളിച്ചോടിയാൽ അത് അവരെ വഞ്ചിക്കുന്നതിന് തുല്യമാണ്. മാത്രമല്ല, ജോസഫ് സാർ പോലീസിൽ അറിയിച്ചാൽ താൻ കുടുങ്ങുകയും ചെയ്യും. ശരി, ജോസഫ് സാറിൻ്റെയും ആനിയമ്മയുടെയും ആഗ്രഹപ്രകാരം തന്നെ പ്രവർത്തിച്ചേക്കാം. 2-4 വർഷം കൊണ്ട് ലോകം അവസാനിക്കുകയില്ലല്ലോ. എന്നെങ്കിലും താൻ പ്രതികാരം നിറവേറ്റാതിരിക്കുകയില്ല. ജോലി ഉപേക്ഷിക്കേണ്ടി വന്നാൽ പോലും. പ്രതികാരാഗ്നി കെടാതെ ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ടാണ് റോബി ട്രെയിനിങ്ങിന് പോയത്. MC ജോസഫിനും ഭാര്യയ്ക്ക് സമാധാനമായി. അവനെ ഒരിടത്ത് തളയ്ക്കാൻ കഴിഞ്ഞല്ലോ. മാസങ്ങൾ കടന്നുപോയി. റോബിയുടെ ട്രെയിനിങ് കഴിഞ്ഞു. വടക്കൻ ജില്ലയിലെ വനമേഖലകളിലാണ് പ്രൊബേഷന് പോകേണ്ടി വന്നത്. അതും പെട്ടെന്ന് അവസാനിച്ചു. റോബി MC ജോസഫിൻ്റെ വീട്ടിൽ മടങ്ങിയെത്തി. ആനിയമ്മയ്ക്കും ജോസഫ് സാറിന് സന്തോഷമായി. റോബി കുറേ കൂടി തടിച്ചും കരുത്തനും തൻ്റെടിയുമായി കാണപ്പെട്ടു. ആകെ ഒരു ഇരുത്തം വന്ന പോലെ. യൂണിഫോം അണിഞ്ഞ് അവൻ നിൽക്കുന്നത് കണ്ട് ആനിയമ്മ പറഞ്ഞു, ഒരു പട്ടാള ഓഫീസറുടെ ഗമയും മട്ടുമൊക്കെ ഉണ്ട്. ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം റോബിക്ക് നിയമനോത്തരവ് കിട്ടി. ചുരുളിക്കാട് റേഞ്ചിലേക്ക്. വിവരമറിഞ്ഞപ്പോൾ MG ജോസഫിൻ്റെ മുഖം മങ്ങി. കാട്ടുകള്ളന്മാരുടെ കേന്ദ്രമാണ് ചുരുളിക്കാട് റേഞ്ച്. മാത്രമല്ല, ചുരുളിക്കാട് റേഞ്ചിൽപ്പെട്ടതാണ് 5 കണ്ടം, എടക്കാനം മുതലായ പ്രദേശങ്ങൾ.
ചുരുളിക്കാട് റേഞ്ചിൽ ചാർജ് എടുക്കാൻ പോകുമുണ്ട് MC ജോസഫ് ഉപദേശിച്ചു. ചുരുളിക്കാട് അത്ര നല്ല സ്ഥലമല്ല. താപാനകളായ കാട്ടുകള്ളന്മാരുടെ വിഹാര രംഗമാണവിടം. അവർക്ക് ഉന്നതങ്ങളിൽ നല്ല പിടിപാടുണ്ട്. രാഷ്ട്രീയക്കാരുടെ പിന്തുണ വേണ്ടുവോളമുണ്ട്. അതിനാൽ നീ വളരെ സൂക്ഷിച്ചു വേണം നീങ്ങാൻ. ആദ്യമൊക്കെ തഞ്ചത്തിലേ നിൽക്കാവൂ. എനിക്കാരെയും ഭയമില്ല സാർ. അവരെ എതിർക്കുന്നത് കൊണ്ട് എൻ്റെ ജോലി പോവുകയാണെങ്കിൽ പോകട്ടെ. അവരോട് സഹകരിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. ചെല്ലുമ്പോഴേ കർശന നടപടികളൊന്നും സ്വീകരിക്കരുതെന്നാ. എന്തു ചെയ്യാനും മടിക്കാത്തവരെ അക്കൂട്ടർ, കൊല്ലാൻ പോലും. റോബി അമർത്തി മൂളി. മാത്രമല്ല, ചുരുളിക്കാട് റേഞ്ചിലാണ് 5 കണ്ടം. അവിടെ പോകേണ്ടി വന്നാൽ ഒരു ഓഫീസറുടെ ഡ്യൂട്ടിക്കപ്പുറം ഒന്നും പ്രവർത്തിക്കുകയില്ലെന്ന് നീ എനിക്ക് വാക്ക് തരണം. റോബി അശ്രദ്ധമായി മൂളി. എൻ്റെ മോനെ, ആനിയമ്മ പരാതിപ്പെടുന്നത് പോലെ പറഞ്ഞു. നീ ഒരു കുഴപ്പത്തിനും പോകരുത്. ഞാൻ പ്രസവിച്ച് വളർത്തിയ മകൻ എനിക്ക് നഷ്ടപ്പെട്ടിട്ട് വർഷങ്ങളായി. ഇപ്പോൾ നിന്നിൽ കൂടിയ എൻ്റെ മകനെ കാണുന്നത്. അവൻ നിൻ്റെ ഉള്ളിലുണ്ടെന്ന എൻ്റെ തോന്നൽ. എൻ്റെ മകൻ മരിച്ചത് ഞാൻ സഹിച്ചു. നിനക്ക് കൂടി വല്ലത് സംഭവിച്ചാൽ അത് താങ്ങാനുള്ള ശക്തി എനിക്കില്ല. ആനിയമ്മയുടെ തൊണ്ടയിടറി. ആ വാക്കുകൾ റോബിയുടെ ഉള്ളിൽ തട്ടി. അമ്മ വിഷമിക്കേണ്ട. അമ്മയല്ല എന്നെ പ്രസവിച്ചതെങ്കിലും അമ്മയുടെ മോൻ തന്നെയാണ് ഞാൻ. എൻ്റെ സ്വന്തം അമ്മയെപ്പോലെയും അപ്പനെപ്പോലെയുമാണ് നിങ്ങൾ 2 പേരും എനിക്ക്. എന്നെ തടഞ്ഞു നിർത്താനും വഴിതിരിച്ച് വിടാനും നിങ്ങൾക്ക് സാധിച്ചതും അതുകൊണ്ടാണ്. ഈ ലോകത്ത് വേറെ ആര് പറയുന്നതും ഞാൻ വകവെച്ചിട്ടില്ല. ആരുടെയും ഇഷ്ടത്തിന് നിന്നിട്ടുമില്ല. റോബി പോകുന്നതിൽ MC ജോസഫിനും ആനിയമ്മയ്ക്കും വളരെ ദുഃഖമുണ്ടായിരുന്നു. സ്വന്തം മകൻ വേർപിരിഞ്ഞു പോകുന്നത് പോലെ, തങ്ങൾ ഒറ്റപ്പെടുന്നത് പോലെ. റോബി എന്നേക്കുമായി തങ്ങളെ പിരിഞ്ഞു പോകുമോ? അവനിനി തങ്ങളെക്കൊണ്ട് ആവശ്യമില്ലാത്തത് കൊണ്ട് തിരിഞ്ഞു കയറാതിരിക്കുമോ എന്നൊക്കെ അവർക്ക് ആശങ്കയുണ്ടായിരുന്നു. ജോലിക്ക് ചേരേണ്ട ദിവസം രാവിലെ MC ജോസഫും ആനിയമ്മയും റോബിയെ അനുഗ്രഹിച്ചയച്ചു. ഡിപ്പാർട്ട്മെൻറ്റ് വക ജീപ്പിൽ റോബിയെ ചുരുളിക്കാട്ട് കൊണ്ടുവിടാൻ വേണ്ട ഏർപ്പാടുകൾ MC ജോസഫ് ചെയ്തിരുന്നു. രാവിലെ ഔദ്യോഗിക വേഷമണിഞ്ഞ് ജീപ്പിൽ കയറി റോബി പുറപ്പെട്ടു. യാത്രക്കിടയിൽ അവൻ പലതും ഓർത്തു. നാട്ടിലെ ജീവിതം, 5 കണ്ടത്തിലേക്കുള്ള മാറിത്താമസം, ദുരന്തങ്ങൾ, കല്ലർക്കന്മാരുടെ ചതി, കാട്ടിലെ ജീവിതം, രക്ഷപ്പെടൽ, ജോസഫ് സാറിൻ്റെ വീട്ടിലെ താമസം, ഉദ്യോഗലബ്ധി, എന്തെല്ലാം അനുഭവങ്ങൾ ഈ കുറഞ്ഞ കാലത്തിനുള്ളിൽ. 5 കണ്ടം ഗ്രാമത്തെക്കുറിച്ച് ഓർത്തപ്പോൾ റോബിയുടെ കണ്ണിൽ അപ്പോഴും അണയാതിരുന്ന പ്രതികാരത്തിൻ്റെ തീപ്പൊരി ഒന്ന് മിന്നി. പിന്നെ അത് നീറിപ്പടർന്നു. നേരെ 5 കണ്ടത്തിലേക്ക് അവൻ ഡ്രൈവറോട് പറഞ്ഞു. സാർ, ചുരുളിക്കാട്ടേക്കല്ലേ? പറഞ്ഞതനുസരിച്ചാൽ മതി. 5 കണ്ടത്തിലേക്ക് വിട്. ജീപ്പ് 5 കണ്ടം ഗ്രാമത്തെ ലക്ഷ്യമാക്കി ചീറിപ്പാഞ്ഞു. ജീപ്പ് 5 കണ്ടത്തിലെത്തി. റോബി ആറിനരികെ ഇറങ്ങി നിന്ന് നോക്കി. 5 കണ്ടത്തിന് പറയത്തക്ക മാറ്റമൊന്നുമില്ല എന്ന് നിശബ്ദം അറിയിച്ചുകൊണ്ട് പഴകിപ്പൊളിഞ്ഞ ഇല്ലിപ്പാലം. ഞാൻ അക്കരെ പോയിട്ട് വരാം. റോബി ഇറങ്ങി നടന്നു. ഞാൻ വരണ്ടേ സാർ? വേണ്ട. റോബി പാലത്തിലൂടെ നടന്നു. അത് മുമ്പത്തേക്കാൾ കൂടുതൽ ആടുകയും ഞെരിയുകയും ചെയ്യുന്നുണ്ട്. മുളങ്കമ്പുകളിൽ കയർ മുറുകുകയും അയയുകയും ചെയ്യുന്ന ഒച്ച. റോബി അക്കരെ കടന്നു ജോസുകുട്ടിയുടെ വീടിനടുത്തെത്തി. ജോസുകുട്ടിയുടെ പെങ്ങൾ വഴിയിറമ്പിൽ നിന്ന് ആടിനെ തീറ്റുന്നു. ജോസുകുട്ടി ഉണ്ടോ വീട്ടിൽ? റോബിയുടെ ചോദ്യം കേട്ടവൾ ഞെട്ടിത്തിരിഞ്ഞു. മുമ്പിലൊരു ഫോറസ്റ്റ് ഓഫീസറെ കണ്ടവൾ പകച്ചുപോയി. ഇല്ല. അവൾ വിക്കി. എവിടെ പോയി? പണിക്ക്. എവിടെ? അറിഞ്ഞുകൂടാ. അവൾ കള്ളം പറയുകയാണെന്ന് റോബിക്ക് മനസ്സിലായി. അവൾക്ക് തന്നെ മനസ്സിലായിട്ടില്ല. കല്ലറക്കന്മാർ കൊന്നുകളഞ്ഞ റോബിച്ചാട്ടായി ഈ വിഷയത്തിൽ തൻ്റെ മുമ്പിൽ വരുമെന്ന് അവൾ എങ്ങനെ അറിയാൻ? കള്ളം പറയരുത്. റോബി അവളെ വിരട്ടി. അവൾ വീട്ടിലേക്ക് ഒരൊറ്റ ഓട്ടം. വീട്ടിലെത്തി 1 നിമിഷം കഴിഞ്ഞില്ല, ഒരു ചെറുപ്പക്കാരൻ കുന്നുകയറി ഓടിമറിയുന്നത് കണ്ടു. ജോസുകുട്ടിയായിരുന്നു അത്. അവനെ പിടിക്കാൻ വേണ്ടി വന്ന വനം ഉദ്യോഗസ്ഥനാണെന്നാണ് അവൻ ധരിച്ചത്. കാട്ടിൽ തടിവെട്ടാണല്ലോ അവൻ്റെ ജോലി. അവൻ പിടികൊടുക്കാതെ ഓടി രക്ഷപ്പെടുകയായിരുന്നു. പാവം, റോബി മനസ്സിൽ കരുതി. അവൻ കുഞ്ഞാപ്പുവിൻ്റെ വീടിനടുത്തെത്തി. പുറത്ത് ആരെയും കണ്ടില്ല. കുഞ്ഞാപ്പു പണിക്ക് പോയി കാണും. തൻ്റെ കുടുംബത്തെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഈ വീട്ടുകാർ. അവൻ ഓർത്തു. തൻ്റെ വീടിരുന്ന സ്ഥാനത്തേക്ക് അവനൊന്ന് നോക്കി. അവിടെ ഒരു വീടില്ല. താനും അപ്പച്ചനും സീനയും കൊച്ചുറോസയും കൂടി ജീവിച്ചിരുന്ന ആ വീടിൻ്റെ സ്ഥാനത്തൊരു വാർക്ക കെട്ടിടം പണി തീർന്നു വരുന്നു. ചതിവിൽ തൻ്റെ കയ്യിൽ നിന്നും കല്ലറക്കന്മാർ തട്ടിയെടുത്ത വീട്. എല്ലാറ്റിനും പ്രതികാരമുണ്ട്. അതിൻ്റെ നാളുകൾ വരാൻ പോകുന്നു. റോബി റാണി സിറ്റിയിൽ ചെന്നു. പരിചയമുള്ള പല മുഖങ്ങളും കണ്ടു. ആർക്കും തന്നെ മനസ്സിലായില്ലെന്ന് തോന്നി. റോബി കല്ലറക്കൻ്റെ ബംഗ്ലാവിൻ്റെ നേർക്ക് നോക്കി. അവിടെ ആരെയും കണ്ടില്ല. പണ്ട് വൈകുന്നേരങ്ങളിൽ താൻ റാണി സിറ്റിയിൽ വരുമ്പോൾ സോഫി ടെറസിൽ നിന്ന് നോക്കാറുണ്ടായിരുന്നു. ഇപ്പോഴവിടെ ശൂന്യം. സോഫി ഇപ്പോഴവിടെ ഉണ്ടോ? അതോ വിവാഹം കഴിച്ച് പോയി കാണുമോ? ആർക്കറിയാം. അവളും കൂടി കൂട്ടുചേർന്നായിരിക്കാം തന്നെ ചതിച്ചത്.
അവൾക്ക് എല്ലാം അറിയാമായിരുന്നിരിക്കണം. അവളെക്കുറിച്ച് എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു. ആ കാലം കഴിഞ്ഞുപോയി. കല്ലൂർക്കാട്ട് വർഗീസ് ചേട്ടനോട് റോബി ചോദിച്ചു, ആ വീട്ടിലെ ആൾക്കാരെല്ലാം അവിടെ ഉണ്ടോ? ഉണ്ടേ മാനെ, പിന്നെ മുതലാളിക്കൊരു മോളുണ്ട് സോഫി, അത് മാത്രം അവിടെ ഇല്ല. അതിനെന്തു പറ്റി? ആ പെങ്കൊച്ചിന് ഭ്രാന്തായിരുന്നു. എന്നിട്ട് രാഖി രാമാനം തന്തയും ആങ്ങളമാരും കൂടി കടത്തിക്കൊണ്ടുപോയി. അതിൽ പിന്നീട് അതിനെ ഇങ്ങോട്ട് കണ്ടിട്ടില്ല. എവിടെയാണെന്ന് അറിയാമോ? പട്ടണത്തിലെങ്ങാണ്ട് ഭ്രാന്താശുപത്രിയിലാണെന്ന് കേൾക്കുന്നു. ഭ്രാന്ത് പിടിക്കാൻ എന്താ കാരണം? ആ പെങ്കൊച്ചും ഈ നാട്ടിൽ സ്ഥലം മേടിച്ചു വന്ന ഒരു ചെറുപ്പക്കാരനുമായിട്ട് സ്നേഹത്തിലായിരുന്നു. കല്യാണവും നിശ്ചയിച്ചിരുന്നതാ. പക്ഷേ പെണ്ണിൻ്റെ ആങ്ങളമാർ അവനെ കാട്ടിൽ കൊണ്ടുപോയി ചതിച്ചു കൊന്നു. അതറിഞ്ഞ പിന്നെ ആ പെങ്കൊച്ചിൻ്റെ തലയ്ക്ക് സ്ഥിരമില്ലാണ്ടായി. റോബി പല്ലിറുമിക്കൊണ്ട് കല്ലറക്കൻ്റെ ബംഗ്ലാവിൻ്റെ നേർക്ക് വീണ്ടും നോക്കി. ഒരിക്കൽ താൻ വരും സകലദിനം കണക്ക് ചോദിക്കാൻ. റോബി റാണി സിറ്റിയിൽ നിന്നും നടന്നകന്നു. അവൻ പോയിക്കഴിഞ്ഞപ്പോൾ കടകളിൽ ഉണ്ടായിരുന്നവർ കൂട്ടം കൂടി. ആരാ അയാൾ? താന്നിക്കിലവറാൻ ചോദിച്ചു. ആരാണ്ട് ഫോറസ്റ്റ് ഓഫീസറാ. കണ്ടിട്ട് നമ്മുടെ റോബിയുടെ ഒരു മുഖച്ഛായ, ജോസഫിയേട്ടൻ പറഞ്ഞു. നേരാ, റോബിയുടെ ചേട്ടനോ അനുജനോ ആണെന്നേ തോന്നും. സ്വരം ഏതാണ്ട് അതുപോലെയൊക്കെ. ഇനി നമ്മുടെ കാണാണ്ട് പോയ റോബിയോ മറ്റോ ആണോ? അവറാന് സംശയം. ചേട്ടൻ എന്നതായി പറയണത്? അവനെ കല്ലറക്കന്മാർ തുണ്ടം തുണ്ടമാക്കി കുഴിച്ചിട്ടതല്ലേ? ചത്തവൻ പിന്നെ എഴുന്നേറ്റ് വരുമോ? അതും ശരിയാ. ലോകത്ത് ഒരേപോലത്തെ 6 പേരുണ്ടെന്നാ കേൾവി. എല്ലാ മനുഷ്യൻ്റെയും 5 ഡ്യൂപ്പ് വീതം കാണും. അറിവുള്ളവർ പറയുന്നതാ. റോബി ഇതിനകം ജീപ്പിൽ ചെന്ന് കയറി കഴിഞ്ഞിരുന്നു. ഇനി നേരെ ചുരുളിക്കാട്ടിലേക്ക് അവൻ ഡ്രൈവറോട് ആജ്ഞാപിച്ചു. ജീപ്പ് ചുരുളിക്കാട്ട് റേഞ്ച് ഓഫീസ് ലക്ഷ്യമാക്കി മലമടക്കുകളിലൂടെ ചീറിപ്പാഞ്ഞു. 5 കണ്ടത്തിൽ നിന്നും കുറച്ച് ദൂരമേ ഉള്ളൂ ചുരുളിക്കാട്ട് റേഞ്ച് ഓഫീസിലേക്ക്. വനത്തിനടുത്താണ് അത് സ്ഥിതി ചെയ്യുന്നത്. യാത്രയ്ക്കിടയിൽ റോബി സോഫിയെക്കുറിച്ച് ഓർത്തു. അവളെ തെറ്റിദ്ധരിച്ചതിൽ അവന് വിഷമം തോന്നി. പാവ സോഫി. അവൾ ആത്മാർത്ഥതയുള്ളവളായിരുന്നു. തന്നെ അവൾ ജീവന് തുല്യം സ്നേഹിച്ചിരുന്നു. താൻ കൊല്ലപ്പെട്ടുവെന്ന് കേട്ടപ്പോൾ അവളുടെ സമനില തെറ്റി. അവളൊരു ഭ്രാന്തിയായി ഏതോ ഭ്രാന്താശുപത്രിയിൽ കഴിയുന്നു. എവിടെയാണെങ്കിലും അവളെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. താൻ ജീവനോടെ ഉണ്ടെന്നറിയാതെ അവളുടെ ഭ്രാന്ത് മാറുകയില്ല. ജീപ്പ് ചുരുളിക്കാട്ടെത്തി. റേഞ്ച് ഓഫീസിന് മുന്നിൽ വണ്ടി നിന്നു. ആദ്യം ഡ്രൈവർ ഇറങ്ങി. പിന്നാലെ റോബിയും. പുതിയ റേഞ്ച് ഓഫീസറെ സ്വീകരിക്കാൻ ഓഫീസ് കെട്ടിടത്തിൽ നിന്നും ഗാർഡുകളും മറ്റു ജീവനക്കാരും ഇറങ്ങി വന്നു. ആദ്യം പരിചയപ്പെടൽ ചടങ്ങ്. പിന്നെ റോബി ഔദ്യോഗിക കാര്യങ്ങളിലേക്ക് കടന്നു. നിലവിൽ അവിടെയുള്ള റേഞ്ച് ഓഫീസർ ലീവ് എടുത്ത് എങ്ങോ പോയിരിക്കുകയാണ്. സ്ഥാനം കൈമാറണമെങ്കിൽ അദ്ദേഹം വരണം. അയാൾ നാളെയേ വരൂ. അദ്ദേഹം ഇവിടെ ഇല്ലാത്തത് കൊണ്ട് സാറ് വിഷമിക്കേണ്ട. കാര്യങ്ങളൊക്കെ മുറ പോലെ നടന്നു പോകും. സാർ ജോയിനിങ് റിപ്പോർട്ട് എഴുതി വെച്ചിട്ട് ജോലി ഏറ്റെടുത്തു. വിശ്വൻ സാറ് നാളെ വന്ന് എല്ലാം ശരിയാക്കിക്കൊള്ളും. ഞങ്ങളിവിടെ ഏകോദര സഹോദരങ്ങളെ പോലെയാണ് കഴിയുന്നത്. അല്ലാതെ ഈ മലയിൽ എങ്ങനെയാ ജീവിക്കാം? ഗാർഡ് തങ്കപ്പൻപിള്ള പറഞ്ഞു. റോബി മറുപടി ഒന്നും പറഞ്ഞില്ല. ഓഫീസിലുള്ളവരുടെ പെരുമാറ്റം കണ്ടപ്പോഴേ മനസ്സിലായി യാതൊരു മുറയും നെറിയുമില്ലാത്ത ഓഫീസാണിതെന്ന്. തോന്നിയവർ തോന്നുന്നത് പോലെ ചെയ്യുന്ന ഓഫീസ്. ആർക്കുമില്ല അച്ചടക്കവും ചിട്ടയും. റോബി വെളിയിലിറങ്ങി പരിസരമൊക്കെ നിരീക്ഷിച്ചു. വളരെ പഴക്കമുള്ള കുറേ തടികൾ ഓഫീസിന് ചുറ്റും ചിതലരിച്ച് കിടപ്പുണ്ട്. പണ്ടെങ്ങോ തടി കള്ളക്കടത്ത് നടത്തിയവരിൽ നിന്ന് പിടിച്ചെടുത്തതാകാം. അതവിടെ ചിതലെടുത്ത് നശിക്കുന്നു. തങ്കപ്പൻപിള്ള ക്വാർട്ടേഴ്സ് കാണിച്ചു കൊടുത്തു. വലിയ വൃത്തിയോ വെടുപ്പോ ഒന്നുമില്ലാത്ത ക്വാർട്ടേഴ്സ്. വേണ്ടത്ര സൗകര്യങ്ങളൊന്നുമില്ല. ഒരു കട്ടിലും മേശയും 2-3 കസേരകളും മാത്രം. ഒരലമാര പോലുമില്ല. ഇവിടെ വേണം ജീവിക്കാൻ. റോബിയുടെ മെത്തയും മറ്റ് സാധന സാമഗ്രികളും ജീപ്പിൽ നിന്നും പെറുക്കി മുറിയിലാക്കിയ ശേഷം ഡ്രൈവർ DFOയുടെ ജീപ്പുമായി മടങ്ങി. ക്വാർട്ടേഴ്സിലുള്ളവർക്ക് വേണ്ടി ആഹാരം വെച്ച് വിളമ്പാൻ യോഹന്നാൻ എന്നു പേരുള്ള മധ്യവയസ്കനായി ഒരു വെപ്പുകാരനുണ്ട്. രാത്രി ആയപ്പോൾ തങ്കപ്പൻപിള്ള റോബിയുടെ ക്വാർട്ടറിൽ വന്നു. സാറേ, അപ്പടിയും മൂട്ടയും കൊതുവുമാ. ഞങ്ങൾ അതൊക്കെ കരുതി വേണം കിടക്കാൻ. സാരമില്ല. തങ്കപ്പൻപിള്ള അരഭിത്തിയിൽ കയറിയിരുന്നു. സാർ ആദ്യമായി ഈ ദിക്കിലേക്കൊക്കെ വരുന്നത് അല്ലേ? ഒരുപാട് പഠിക്കാനുണ്ട് അവിടെ, പ്രത്യേകിച്ചും പുതിയവർക്ക്. ഇവിടം ഒരു വെല്ലുവിളിയാ. സാരമില്ല, പരിചയം കൊണ്ട് ശരിയായിക്കൊള്ളും. തങ്കപ്പൻപിള്ള പറഞ്ഞത് മനസ്സിലായില്ല. കാട്ടുകള്ളന്മാരുടെ കേന്ദ്രമാ സാറേ ഇവിടം. ഇവിടെ കിടന്നു പൊറുക്കണമെങ്കിൽ ഒരു കണ്ണും ഒരു ചെവിയും അടച്ചു വെച്ചേക്കണം. അതെന്താ അങ്ങനെ? ഈ ദിക്കിലെ വലിയ മുതലാളിമാരാ കഴുത്തറപ്പന്മാർ. അവർ കഞ്ചാവ് കടത്തും കള്ളത്തടി കൊണ്ടുപോകും ഒക്കെ ചെയ്യും. അതൊന്നും കണ്ടില്ലെന്ന് ഭാവിച്ച് ഇവിടെ കുത്തിയിരുന്നാൽ അവന്മാർ മാസാമാസം നമ്മുടെ കിമ്പളമിങ്ങെത്തിക്കും. അവരുടെ അക്രമം എതിർത്താൽ കഴുത്തിന് മുകളിൽ തല കാണുകയില്ല. അത്ര തന്നെ. പട്ടാപ്പകൽ ഓഫീസിൽ കയറി എതിർത്തവനെ വെടിവെച്ച് കൊന്നു കളഞ്ഞവന്മാരാ.
എന്നിട്ട് തെളിവില്ലാത്ത കേസ് ഒരു പോരുകയും ചെയ്യും. നമ്മളെയൊക്കെ ശമ്പളം തന്ന് നിയമിച്ചിരിക്കുന്നത് കാട് കൊള്ളയടിക്കാതെ നോക്കാനാ. സംഗതി ശരിയാ. പക്ഷേ അന്യനാട്ടിൽ നിന്നും ഈ മലയിൽ വന്ന് വല്ലവൻ്റെയും കൈകൊണ്ട് ചാവുകയാണെങ്കിൽ കുറെ ഛേദമുണ്ട് സാറേ. അപ്പോൾ നിങ്ങളൊക്കെ സർക്കാരിൻ്റെ ശമ്പളം മേടിച്ചുകൊണ്ട് കാട്ടുകള്ളന്മാർക്ക് വേണ്ടി ജോലി ചെയ്യുകയാ അല്ലേ? ഈ സർക്കാരെന്ന് പറയുന്നത് ആരാ? രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരുകളല്ലേ? ഞങ്ങളൊരു കേസ് പിടിച്ചാൽ ഞങ്ങളെ ഇട്ട് വിരട്ടുന്നതും കാട്ടുകള്ളന്മാർക്ക് സംരക്ഷണം കൊടുക്കുന്നതും സർക്കാർ തന്നെയാണ്. പിന്നെ ഞങ്ങൾ എന്തോ ചെയ്യും? ഏതായാലും എനിക്ക് കാട്ടുകള്ളന്മാരെ ഒന്നും പേടിയില്ല. അവരെ വകവയ്ക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുമില്ല. സാറ് പുതിയതല്ലേ, ചോരത്തിളപ്പിൽ അങ്ങനെയൊക്കെ തോന്നും. പിന്നെ ശരിയായിക്കോളും. സർക്കാരും രാഷ്ട്രീയക്കാരും ജനങ്ങളും ഒന്നും നമ്മളെ സഹായിക്കാനില്ലെന്ന് കാണുമ്പോൾ ഒരു പാഠം പഠിച്ചോളും. ആകട്ടെ, ആരൊക്കെയാണ് ഇവിടുത്തെ പ്രധാന കാട്ടുകള്ളന്മാർ? എടക്കാനത്തെ കാവുങ്കൽ കൊച്ചും തങ്കച്ചൻ മുതലാളി, സീതപ്പാറയിലെ മാമ്പറമ്പിൽ കൊച്ചൗസേപ്പ് മുതലാളി, അഞ്ചുകണ്ടത്തിലെ കല്ലറയ്ക്കൽ റാഫേൽ മുതലാളിയും മക്കളും, ചുരുളിക്കാട്ടെ കീരിപ്പറമ്പിൽ കോരുത് മുതലാളി. ഇവരൊക്കെയാ വമ്പന്മാർ. ചെറുകിട വേറെയുമുണ്ട്. കൂട്ടത്തിലാരാ? കേമൻ. കല്ലറയ്ക്കന്മാരാ. എന്താ അവരുടെ പ്രധാന ബിസിനസ്? കാട്ടിൽ കഞ്ചാവ് കൃഷി, കാട്ടിലെ തേക്ക് ഊട്ടിയും മുറിച്ചു കടത്തൽ, ഇവയൊക്കെയാണ് മുഖ്യം. റോബി ഒന്ന് മൂളി. പിറ്റേ ദിവസം റേഞ്ച് ഓഫീസർ വിശ്വനാഥൻ വന്നു. റോബിയെ ചാർജ് ഏൽപ്പിക്കുമ്പോൾ അയാൾ ഉപദേശിച്ചു. തങ്കപ്പൻപിള്ള പറഞ്ഞു, നിങ്ങൾ വനം വകുപ്പിനെ നന്നാക്കാനാ വന്നിരിക്കുന്നതെന്ന്. വനം വകുപ്പ് നന്നാവൂല കേട്ടോ, നിങ്ങൾ ചീത്തയാവുകയും ചെയ്യും. ഇവിടുത്തെ താപ്പാനകളെ കുഴിയിലിറക്കാൻ നോക്കിയാൽ നിങ്ങൾ ആയുസെത്തി ചാവുകയല്ല. വെറുതെ എന്തിനാ കൊച്ചിനെ അന്യനാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നല്ലൊരു ജീവൻ ഇവിടെ കളഞ്ഞിട്ട് പോകുന്നത്? ആദ്യകാലത്തൊക്കെ എനിക്കും ഇതുപോലെ ചോരത്തിളപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതെന്നെ ഒരു പാഠം പഠിപ്പിച്ചു. കുടുംബം പോലും ഏതാണ്ട് നശിച്ചു. ജോലി നഷ്ടപ്പെടുന്ന സ്ഥിതിയുമായി. അവിടുന്ന് ഞാനൊരു കയറ്റം കയറി. എനിക്കും എൻ്റെ മക്കൾക്കും കഴിയാനുള്ള വകയൊക്കെ ഞാനുണ്ടാക്കി. നിങ്ങൾക്കും ഉണ്ടാക്കാം. ഒരു കൊല്ലം മതി. ഒന്നുമില്ലെങ്കിൽ ഇവിടുത്തെ പാവം ഗാർഡുകളെയെങ്കിലും വെള്ളം കുടിപ്പിക്കരുത്. എൻ്റെ ജോലി ചെയ്യാൻ എനിക്ക് നന്നായിട്ടറിയാം സാർ. അഥവാ അറിയില്ലെങ്കിൽ പഠിച്ചോളും. ഉച്ചയോടെ പഴയ റേഞ്ച് ഓഫീസർ സ്ഥലം വിട്ടു. റോബി തൻ്റെ കീഴിലുള്ളവരെയെല്ലാം വിളിച്ചുകൂട്ടി തൻ്റെ നിലപാട് വിശദീകരിച്ചു. ഞാൻ ഇവിടുത്തെ റേഞ്ച് ഓഫീസർ ആയിരിക്കുമ്പോൾ അഴിമതിയും കൈക്കൂലിയും ഒട്ടും അനുവദിക്കുകയില്ല. എത്ര വലിയ കൊലക്കൊമ്പനെയും നേരിടാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങളെല്ലാവരും എന്നോടൊത്ത് സഹകരിക്കണം. നമുക്കൊന്നിച്ച് നീങ്ങാം. അതല്ല, എന്നെ ഒറ്റപ്പെടുത്താനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ ഗുരുതരമായ ഭവിഷ്യത്തുകൾ ഉണ്ടാകും. ആരും ഒന്നും പറഞ്ഞില്ല. മീറ്റിംഗ് പിരിഞ്ഞു. ഗാർഡുകൾ പലരും പിറുപിറുക്കുന്നുണ്ടായിരുന്നു. ഈശ്വര, ഇയാൾ നമ്മുടെ കഞ്ഞിയിൽ പാറ്റ വീഴിക്കും, ഒരാൾ പറഞ്ഞു. ഈശ്വര, എന്നും കാലത്ത് എഴുന്നേറ്റ് നോക്കുമ്പോൾ തല കഴുത്തിന് മീതെ കാണണേ. അയാളൊരു മൊസടനാ. ആരെന്ത് പറഞ്ഞാലും എൻ്റെ തടി ചീത്തയാക്കുന്ന ഒരു പരിപാടിക്ക് ഞാൻ പോവുകയില്ല. അന്ന് എനിക്ക് സിക്ക് ലീവായിരിക്കും, തങ്കപ്പൻപിള്ള പറഞ്ഞു. റോബി ഭരണം ആരംഭിച്ചു. അവൻ തൻ്റെ സഹപ്രവർത്തകരെ കൂട്ടി വനം ചുറ്റി നടന്നു കണ്ടു. എവിടേക്കാണ് പ്രധാനമായും തടിവെട്ടും കള്ളക്കടത്തും നടക്കുന്നതെന്ന് മനസ്സിലാക്കി. ഒരു തവണ പട്രോളിങ്ങിന് ഇറങ്ങിയപ്പോൾ ഒരു ലോറി കാട്ടുതടികളും കയറ്റി പോകുന്നത് കണ്ടു. റോബി ജീപ്പ് അതിൻ്റെ മുമ്പിലിട്ട് തടഞ്ഞു. എവിടുന്നാടാ തടി? റോബി ജീപ്പിൽ നിന്നിറങ്ങി ചോദിച്ചു. പറമ്പിൽ നിന്ന് വെട്ടിയതാ. വിറകിന് കൊണ്ടുപോവുക എസ്റ്റേറ്റിലേക്ക്. വണ്ടിയിൽ ഡ്രൈവറും ലോഡിങ്ങുകാരും മാത്രമേയുള്ളൂ. പെർമിറ്റ് എടുക്കടാ. പെർമിറ്റ് ഇല്ല സാർ. പഴയ ഓഫീസർ പെർമിറ്റ് ചോദിക്കാറില്ല. വണ്ടി തിരിച്ച് റേഞ്ച് ഓഫീസറിൻ്റെ മുറ്റത്ത് കൊണ്ടിടറാ. സാർ, ഇത് കല്ലറക്കന്മാരുടെ ലോഡാ. അവരുടെ ലോഡ് ആരും തടയാറില്ല. കല്ലറക്കന്മാർ എന്ന് കേട്ടതോടെ റോബിയുടെ ചോര തിളച്ചു. ഞാൻ തടയുമെടാ. പറഞ്ഞതനുസരിക്കടാ റാസ്കൽ, റോബി അലറി. ഡ്രൈവർ പേടിച്ചുപോയി. അയാൾ ലോറി തിരിച്ച് റേഞ്ച് ഓഫീസിന് മുമ്പിൽ കൊണ്ടിട്ടു. ചെന്ന് പറയടാ കല്ലറക്കന്മാരോട്, പുതിയ റേഞ്ച് ഓഫീസർ ലോഡ് തടഞ്ഞ് കേസാക്കിയെന്ന്. ലോഡിങ്ങുകാരിലൊരുവിനെ റോബി ദൂതാളായി പറഞ്ഞയച്ചു. തങ്കപ്പൻപിള്ളേ, ലോറിയുടെ നമ്പറും മറ്റും കുറിച്ചെടുക്ക്. തടി പരിശോധിച്ച് അളക്കണം. എന്നിട്ട് കേസ് എഴുതിക്കോ. സാർ, ഒന്നുകൂടി ആലോചിച്ചിട്ട്. കല്ലറക്കന്മാർ ശീമക്കടുവകളാ. ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മതി താൻ. ശരി സാർ. റോബി അതിനുശേഷം ജീപ്പ് ഇറക്കി വീണ്ടും തടിവെട്ട് നടക്കുന്നുണ്ടോ എന്നറിയാനായി തിരിച്ചു. 2 മണിക്കൂറിനുള്ളിൽ ജീപ്പിൽ കല്ലറക്കന്മാർ പാഞ്ഞെത്തി. ആരടാ പുതിയ റേഞ്ച് ഓഫീസർ? ഇങ്ങോട്ടിറങ്ങി വാടാ. റാഫേൽ മുതലാളി ഗർജിച്ചുകൊണ്ട് ജീപ്പിൽ നിന്ന് ചാടി. പിറകെ 3 ആൺമക്കളും. അയ്യോ മുതലാളി, ഒരബദ്ധം പറ്റിയതാ. പുതിയ ഓഫീസർക്ക് ഇവിടുത്തെ രീതികളൊന്നും അറിയില്ല, തങ്കപ്പൻപിള്ള അപേക്ഷാസ്വരത്തിൽ പറഞ്ഞു. അറിയത്തില്ലെങ്കിൽ പഠിപ്പിക്കാമെടാ. എവിടെയാ റാസ്കൽ? ജോണിക്കുട്ടി അട്ടഹസിച്ചു. സാറ് പുറത്തു പോയിരിക്കുക.
എന്നാൽ അവൻ വരുമ്പോൾ പറഞ്ഞേക്ക് കല്ലറക്കന്മാർ വണ്ടിയിലോടും കൊണ്ടുപോയെന്ന്. അയ്യോ മുതലാളി, കൊണ്ടുപോകല്ലേ. അദ്ദേഹം വരുമ്പോൾ ഞങ്ങളെ ഇട്ട് ചാടിക്കും. ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞ് സാവകാശം വണ്ടിയിലോടും വിട്ട് തരിവിച്ചോളാം. മാറി നിൽക്കടാ. ജോണിക്കുട്ടി ലോറിയിൽ ചാടി കയറി ലോറി സ്റ്റാർട്ട് ചെയ്തു. അവൻ ലോറിയെ ഓടിച്ച് നീങ്ങി. പിറകെ ജീപ്പിൽ റാഫേൽ മുതലാളിയും ജെയിംസും ടോമിയും. തങ്കപ്പൻപിള്ളയും കൂട്ടരും എന്ത് ചെയ്യണമെന്നറിയാതെ സ്തംഭിച്ചു നിന്നു. റോബി അല്പം കഴിഞ്ഞപ്പോൾ എത്തി. ഓഫീസിന് മുമ്പിൽ അന്തം വിട്ടു നിൽക്കുന്ന സഹപ്രവർത്തകരെ കണ്ടപ്പോൾ എന്തോ കുഴപ്പമുണ്ടെന്ന് അവന് തോന്നി. നോവൽ നാളെ വീണ്ടും തുടരും.